നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ലൈക്ക് ചെയ്യാത്തവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും യൂട്യൂബിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏർണിങ്സിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഒരു ചിലർക്ക് നല്ല ജോലി കാണും. അവർ അതിനെ വന്നിട്ട് പ്രധാനമായിട്ട് എടുത്തിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് കരുതിയിട്ടാണ് തുടങ്ങുന്നത്. മാത്രവുമല്ല, ഇതിൽ നിന്ന് ഒരു ഏർണിങ്സ് ലഭിച്ചാൽ അത് ഒരു എക്സ്ട്രാ വരുമാനമായിട്ടും കരുതാം. പിന്നെ ഒരുപാട് പേര് വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവർക്ക്, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരിക്കും, അത് ഒരു വർക്ക് ഫ്രം ഹോം ഒരു ജോലി പോലെ ഇതിനെ കരുതിയിട്ട് ഇവിടെ വരുന്നവർ വന്നിട്ട് ധാരാളം പേരുണ്ട്. യൂട്യൂബിൽ എല്ലാവരും ഇതുപോലെ പല പല കാരണങ്ങൾ കൊണ്ടും ഏർണിങ്സിന് വേണ്ടിയിട്ട് വരുന്നവരാണ്. ഇത് സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് പലരും ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യക്തമാകുന്നതെന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ നിന്നും അങ്ങനെ വിചാരിക്കുന്ന എളുപ്പത്തിൽ പണം സമ്പാദിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുന്നേറേണ്ട ഒരു ജോലിയാണിത്. ഇപ്പോൾ ചാനൽ തുടങ്ങി ഒരു വർഷമൊക്കെ ആയവർക്കറിയാം, വാച്ച് അവറൊക്കെ കുറഞ്ഞു വരും. പിന്നെ കഴിഞ്ഞ 365 ദിവസങ്ങളുടെ വാച്ച് അവറാണല്ലോ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് 365 ഡേയ്സിൻ്റെ വാച്ച് അവർ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അത് കുറഞ്ഞ് വരും എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിന്നും എളുപ്പത്തിലൊക്കെ അങ്ങനെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ മനസ്സിന് എളുപ്പം സങ്കടം തട്ടുന്നവരും ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ കേട്ടാലും മനസ്സ് തളർന്ന് ബുദ്ധിമുട്ടുന്നവരുമൊക്കെ, അവർക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ യൂട്യൂബ് വ്യൂസ് എപ്പോൾ നന്നായി കിട്ടുമെന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആദ്യമൊക്കെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു 10 വീഡിയോസൊക്കെ നല്ല കണ്ടൻറ്റൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും ഇടും. പക്ഷേ അങ്ങനെയൊക്കെ ഇട്ട് നോക്കിയാലും പലർക്കും വ്യൂസ് ഒന്നും വരാറേ ഇല്ല. ഒരുപാട് ദിവസങ്ങളായിട്ട് ഇപ്പോൾ പലരും പറയുന്നുണ്ട് വ്യൂസ് ഇപ്പോൾ വളരെ കുറച്ചിട്ടാണ് വരുന്നതെന്ന്. കാരണം യൂട്യൂബ് അതിൻ്റെ അൽഗോരിതം എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും, പിന്നെ ഒരാഴ്ചയൊക്കെ കഴിയും ഈ മോണിറ്റൈസേഷൻ ടാബിൽ വാച്ച് അവർ ഇതൊക്കെ അപ്ഡേറ്റൊക്കെ ആകാനായിട്ട്. മാത്രവുമല്ല, ഏതോ സാഹചര്യത്തിലും മനസ്സ് തളരാതെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകുക. എനിക്കും അത് വളരെ തിരക്കേറിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇടയ്ക്കാണ് സമയം കിട്ടുമ്പോഴേക്ക് റെക്കോർഡ് ചെയ്യും, അത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. ആണെങ്കിലും അത് പൂർണ്ണമായിട്ടും നിർത്താതെ ഒരു വിധത്തിലൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ആർക്കും അങ്ങനെ ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ പല പല തിരക്കുകളിലും പ്രശ്നങ്ങളിലുമൊക്കെ വന്നിട്ട് ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് സമയം ചിലവാക്കാൻ കണ്ടെത്തുന്നത് എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ടൊക്കെ നല്ലൊരു കണ്ടൻറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് എഡിറ്റും ചെയ്ത് അപ്ലോഡ് ചെയ്ത് മണിക്കൂർ കണക്കിന് ചിലവാക്കിയിട്ട് പിന്നെ അവസാനം നോക്കുമ്പോഴേക്കും 50ഉം 100ഉം വ്യൂസിനകത്തൊക്കെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് യൂട്യൂബ് വിട്ടു പോയവരെയും എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ പിന്നെയും മുന്നേറാനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പഴയ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ വീഡിയോ കാണാനായിട്ട് അവരെ കാണാറില്ല. പക്ഷേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരും എൻകറേജ് ചെയ്യുന്നവരും ഇന്നും പഴയ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് അടുത്തതിന് ഉടനെ കാണാം.